Hello guys, it's your dream doctor here. Today I'm going to discuss a new topic which is bacterial growth. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയാം ബാക്ടീരിയൽ ഗ്രോത്ത് എന്താണ്. സോ അതൊന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാനാണ് ദിസ് സെക്ഷൻ. ഓക്കെ, ബാക്ടീരിയൽ സെൽ ഡിവിഷൻ. എങ്ങനെയാണ് ബാക്ടീരിയൽ സെൽ ഡിവിഷൻ നടക്കുന്നത്? ബാക്ടീരിയൽ സെൽ ഡിവിഷൻ is happening by binary fission. The division of one bacterium into two daughter cells in a process is called binary fission. Binary fission എന്ന് പറയുമ്പോൾ ഒരു ബാക്ടീരിയം എന്താവുന്നു, രണ്ട് ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബൈനറി ഫിഷൻ. ആ ഒരു രീതി വെച്ചിട്ടാണ് ബാക്ടീരിയാസ് സെൽ ഡിവിഷൻസ് നടത്തുന്നത്. ഓക്കെ, when a bacterial cell reaches a critical mass in its cellular consistent, the cell division starts. അതായത് ഒരു ബാക്ടീരിയ കംപ്ലീറ്റ്ലി മെച്യൂർ ആകുമ്പോൾ അതിൻ്റെ സെല്ലുലാർ ഓർഗനൈസേഷൻ മെച്യൂറായിന് തോന്നുന്ന സമയത്താണ് ഇറ്റ് ഗോ ഫോർ എന്തിന്, സെല്ലുലാർ ഡിവിഷൻ പോകുന്നത്. ഓക്കെ, a bacterial nucleus or chromosome is a circular double stranded DNA molecule. ഒരു സർക്കുലർ ആയിട്ടുള്ള ഡബിൾ സ്ട്രാൻഡഡ് DNA molecule ആയിട്ടായിരിക്കും അതിൻ്റെ DNA ഉണ്ടാവുക. The nuclear division precedes a bacterial cell division. സോ ആദ്യം നടക്കുന്നത് ഏതാ, ബാക്ടീരിയൽ സെൽ ഡിവിഷൻ ആണോ അല്ല ന്യൂക്ലിയർ ഡിവിഷൻ ആണോ? ഫസ്റ്റ് നടക്കുന്നത് എപ്പോഴും ന്യൂക്ലിയർ ഡിവിഷനാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് നടക്കൂ, സെൽ ഡിവിഷൻ നടക്കും. അപ്പോൾ നമുക്ക് കാണാം ആ ഡയഗ്രത്തിൽ DNA ആദ്യം രണ്ട് DNA ആയിട്ട് മാറുന്നു. എന്നിട്ട് സെൽ വോള് ഡിവൈഡ് ചെയ്യുന്നില്ല, പിന്നെ അതിനകത്തൊരു സെപ്റ്റ ഫോം ചെയ്തിട്ട് ആ സെപ്റ്റം വെച്ചിട്ടാണ് രണ്ട് ഡോട്ടർ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇതാണ് ബാക്ടീരിയൽ സെൽ വാളിൻ്റെ പ്രോസസ്സ്, ബാക്ടീരിയൽ സെൽ ഡിവിഷൻ്റെ പ്രോസസ്സ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. Now we can move on to bacterial growth curve. എന്താണ് ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് എന്ന് പറയുന്നത്? ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ടീരിയം, when an bacterium is inoculated into suitable liquid culture media and incubated, its growth follows a definite course. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാക്ടീരിയൽ ഗ്രോത്ത് കർവ്. അതിന് 4 ഫേസാണ് മെയിൻലി ഉണ്ടാവുക. ലോഗ് ഫേസ്, first phase is lag phase, then log phase or exponential phase, then stationary phase and phase of decline. അതായത് ലാഗ് ഫേസ്, ലോഗ് ഫേസ്, സ്റ്റേഷനറി ഫേസ് ആൻഡ് ഫേസ് ഓഫ് ഡിക്ലൈൻ. ഈ 4 ഫേസിലൂടെ കടന്നു പോകും ഒരു ബാക്ടീരിയൽ കൾച്ചർ when it is inoculated in a liquid medium. So first phases are lag phase. lag phase എന്തൊക്കെ നടക്കും എന്ന് വെച്ചാൽ, the period between inoculation and the beginning of multiplication is known as lag phase. അതായത് നമ്മൾ ബാക്ടീരിയയെ ഒരു മീഡിയത്തിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്തു, എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങി. സോ ആ ഫേസിനെയാണ് നമ്മൾ ലാഗ് ഫേസ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദിസ് പീരിയഡ് the organism adapt to new environment, during which necessary enzymes and intermediate metabolites are built up for multiplication to proceed. So ലാഗ് ഫേസിലാണ് എന്താണ് ഈ ഓർഗാനിസം അഡാപ്റ്റ് ആവുന്നത്, പുതിയ ഒരു ന്യൂ എൻവയോൺമെൻറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് സെൽ ഡിവിഷന് വേണ്ടിയിട്ടുള്ള നെസസറി എൻസൈംസും മെറ്റബോളൈറ്റ്സും എല്ലാം പ്രിപ്പയർ ചെയ്ത് അവർ റെഡി ആയിട്ടിരിക്കുകയാണ് എന്തിന്, മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ദർ ഇസ് എ ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ദ സെൽ, ബട്ട് ദർ ഇസ് നോ അപ്രിഷ്യബിൾ ഇൻക്രീസ് ഇൻ നമ്പേഴ്സ്. ഈ ഫേസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിമെയിൻസ് സെയിം. സോ നമുക്ക് വിസിബിൾ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല, ബട്ട് ദർ സൈസ് ഓഫ് ദ സെൽ ഈസ് ഇൻക്രീസ്ഡ്. അവരെ സൈസ് ഇൻക്രീസ് ചെയ്യും, പക്ഷെ നമ്പർ ഇൻക്രീസ് ചെയ്യാത്ത ഫേസ് ആണ് വിച്ച് ഫേസ് ഇസ് ദാറ്റ്, ലാഗ് ഫേസ്. സോ ലോങ്ങസ്റ്റ് ഫേസ് ഓഫ് ദി 4 phases. ഓക്കെ, ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫേസ് ആണ് വിച്ച് ഇസ് ലാഗ് ഫേസ്. maximum cell size is also seen in this phase. Okay, then we are moving on to the next phase, that is log phase or the logarithmic phase or the exponential phase. The cell division starts and their numbers increases exponentially or by geometrical progression with time. So ഇതുവരെ നമ്മൾ ലാഗ് ഫേസിൽ അവിടെ ഒരു നമ്പർ ഇൻക്രീസ് ഇല്ലായിരുന്നു, ഓൺലി സൈസിന് മാത്രമല്ല ഇൻക്രീസ് ഉണ്ടായിരുന്നുള്ളൂ. സോ ലാഗ് ഫേസ് കഴിഞ്ഞ് അങ്ങോട്ട് ലോഗ് ഫേസ് ആകുന്ന ടൈമിൽ ദർ ഇസ് എൻ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്. എക്സ്പൊണൻഷ്യലായിട്ട് നമ്പർ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. സോ അതാണ് നമ്മുടെ ലോഗ് ഫേസ് അല്ലെങ്കിൽ ലോഗരിതമിക് ഫേസ് എന്ന് പറയുന്നത്. If
the logarithm of viable count is plotted against time, a straight line is obtained. സോ നമ്മൾ ഈ ഒരു ലോഗ് ഫേസിന് നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് നമ്മൾ ലോഗ് ഓഫ് വൈബിൾ കൗണ്ട് ടൈമിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്താൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഫേസാണ് ദ ലോഗ് ഫേസ്. ദ സെൽസ് ആർ സ്മോൾ ആൻഡ് സ്റ്റെയിൻസ് യൂണിഫോംലി. ഈ ഫേസിൽ നമ്മൾ മൈക്രോസ്കോപ്പിക്കലി നോക്കിക്കഴിഞ്ഞാൽ സെൽസ് വളരെ ചെറുതായിരിക്കും, ബട്ട് സ്റ്റെയിൻ ഷുഡ് ബി what uniform. Then the third phase, that is the stationary phase. After log phase, the bacterial growth ceases almost completely due to the exhaustion of the nutrients and accumulation of toxic products. So ലോഗ് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ബാക്ടീരിയൽ ഗ്രോത്ത് സീസ് ചെയ്യുന്ന ടൈമാണ് നമ്മുടെ സ്റ്റേഷനറി ഫേസ്. അതിന് കാരണം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ന്യൂട്രിയൻസും യൂസ്ഡ് അപ്പ് ആയി കഴിഞ്ഞു, ടോക്സിക് പ്രോഡക്ട്സ് എല്ലാം അക്യുമുലേറ്റ് ചെയ്യപ്പെട്ടു. So there is a cessation of growth. The number of progeny formed is much enough to replace the number of cells that dies. അതായത് എത്ര നമ്പർ ഓഫ് സെൽസ് ഡൈ ചെയ്യുന്നു അത്രയും നമ്പർ ഓഫ് സെൽസ് മാത്രമേ ആഡ് ഓൺ ആവും. നോ എക്സ്ട്രാ സെൽസ് ആർ ആഡഡ്. സോ ടോട്ടൽ കൗണ്ട് ഷുഡ് ബി സ്റ്റേബിൾ. അതാണ് സ്റ്റേഷനറി ഫേസ്. ഈ ഫേസിൽ നടക്കുന്ന രണ്ട് പ്രോസസ്സാണ് സ്പോറിലേഷൻ ആൻഡ് എക്സോടോക്സിൻ പ്രൊഡക്ഷൻ. Okay, then we can move on to the fourth phase, that is the phase of decline. Bacterial population decreases due to death of cells because of the exhaustion of nutrients, accumulation of toxic products and autolytic enzyme. There is a decline in viable count and not in the total count. This is the thing happening. അതായത് ഡിക്ലൈൻ ആയി ഓൾറെഡി. there is exhaustion of nutrients. ഇവിടെ കംപ്ലീറ്റ്ലി ന്യൂട്രിയൻസിൻ്റെ എക്സോഷനും അക്യുമുലേഷൻ ഓഫ് ടോക്സിക് പ്രോഡക്ട്സ് കാരണം നേരത്തെ ഡൈ ആയി പോകുന്ന സെൽസിന് പകരം പുതിയ ന്യൂ സെൽസ് ആഡ് ഓൺ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇറ്റ്സ് ഓൾസോ നോട്ട് ഹാപ്പനിങ്. സോ ഇറ്റ്സ് എ ഫേസ് ഓഫ് ഡിക്ലൈൻ. ഓക്കെ, ദെൻ വി ക്യാൻ മൂവ് ഓൺ ടു another thing, that is bacterial count. Bacterial count എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ടോട്ടൽ നമ്പർ ഓഫ് ബാക്ടീരിയ ഒരു സ്പെസിമെൻ എടുക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ബാക്ടീരിയൽ കൗണ്ടിൽ രണ്ട് ഡിഫറെൻറ്റ് കൗണ്ട്സ് ആണ് ഉണ്ടാവുക. ഒന്ന് ടോട്ടൽ കൗണ്ട്. ടോട്ടൽ കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ബാക്ടീരിയസ് അത് ഡെഡ് ഓർ ലൈവ് ഇൻ എ സ്പെസിമെൻ. ആൻഡ് വയബിൾ കൗണ്ട് എന്ന് വെച്ചാൽ ഒൺലി ലിവിങ് ബാക്ടീരിയ എടുക്കും. ഒരു സ്പെസിമെൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കൗണ്ട് എടുക്കാം. ഒന്ന് ടോട്ടൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ബാക്ടീരിയ വെദർ ഇറ്റ് ഈസ് ലൈവ് ഓർ ഡെഡ്. അത് നമ്മുടെ വിഷയമല്ല. ചത്ത ബാക്ടീരിയ ആണെങ്കിലും ജീവനുള്ള ബാക്ടീരിയ ആണെങ്കിലും ആ സ്പെസിമെനിൽ എത്ര ഉണ്ടെന്ന് നമ്മൾ നോക്കുന്നതാണ് ടോട്ടൽ കൗണ്ട്. ബട്ട് വയബിൾ കൗണ്ട് എന്ന് നോക്കുമ്പം എത്ര ലിവിങ് ബാക്ടീരിയാസ് ഉണ്ടോ സ്പെസിമെനിൽ അത് മാത്രമാണ് വയബിൾ കൗണ്ട്. ഓക്കെ, now another thing we need to know is the germination time. Germination time എന്താ? Germination time എന്ന് പറയുന്നത് ടൈം റിക്വയർഡ് ഫോർ എ ബാക്ടീരിയം ടു ഗീവ് റൈസ് ടു 2 total cells അണ്ടർ ഒപ്റ്റിമം കണ്ടീഷൻസ്. അതായത് ഒരു ബാക്ടീരിയൽ സെല്ല് 2 ഡോട്ടർ ബാക്ടീരിയൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ അണ്ടർ ഒപ്റ്റിമം, എല്ലാ ഒപ്റ്റിമം കണ്ടീഷൻസിൻ്റെ അണ്ടറിൽ 2 ടോട്ടൽ സെൽസിനെ പ്രൊഡ്യൂസ് എടുക്കുന്ന ടൈമിനാണ് നമ്മൾ ജനറേഷൻ ടൈം എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ മെഡിക്കലി ഇമ്പോർട്ടൻറ്റ് ബാക്ടീരിയാസ് ഹാവ് ജനറേഷൻ ടൈം അപ് ടു 20 minutes. But Mycobacterium tuberculosis in the condition it is 14 hours and Leprobacilli 12 to 13 days. As bacteria grow so rapidly and by geometric progression, a single bacterium can theoretically give rise to 1021 progeny in 24 hours. Okay, then we can move on to the factors, environmental factors affecting the growth. First one is noise and desiccation. Then second one is oxygen, third one is carbon dioxide, fourth one is temperature, and fifth one is pH, sixth one is light, and seventh one osmotic effect and mechanical and sonic stresses. Fine. നമുക്ക് നമ്മുടെ ഓക്സിജൻ്റെ റിക്വയർമെൻറ്റ് ബേസിനനുസരിച്ച് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ബാക്ടീരിയസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് വെച്ചാൽ വി ക്യാൻ ക്ലാസിഫൈ ഇൻ ടു ഒബ്ലിഗേറ്റ് എറോബ്സ് എന്ന് വെച്ചാൽ type of organisms only grow in the presence of oxygen, where there is obligate anaerobes. അപ്പോൾ സോ അവർ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ മാത്രമേ എന്ത് ചെയ്യൂ ഗ്രോ ചെയ്യൂ. ദെൻ ഫാക്കൽറ്റേറ്റീവ് anaerobes വെച്ചാൽ they can go, they are aerobics. സോ അവർക്ക് ഓക്സിജൻ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, ബട്ട്
can also grow in anaerobic conditions. Then facultative aerobes എന്ന് പറഞ്ഞാൽ anaerobes ആണ്, but can also live in aerobic condition also. So these are about oxygen. Then moisture and desiccation. Moisture is an essential requirement for the growth of bacteria because 80% of the bacteria cell എന്താണ് വാട്ടർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. However, the drying has a various effect in different organisms. Some organisms like Treponema pallidum and Neisseria gonorrhoeae dies quickly after drying, while Mycobacterium tuberculosis and Staphylococcus can survive. Then drying in cold and vacuum is used for preservation of microorganisms. So this is about the moisture and desiccation. Carbon dioxide. Small amount of carbon dioxide is also required by all bacteria. This requirement is usually made available by carbon dioxide present in the atmosphere or produced endogenously as a product of cellular metabolism. So some organisms such as Rousseola abritus requires much higher level of carbon dioxide for their growth, especially for primary isolation. These bacteria are called capnophilic bacteria. So carbon dioxide ഒരു റിക്വസിറ്റ് ഫാക്ടറാണ്. സോ ഒന്നെങ്കിൽ അവർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുക്കും, അല്ലെങ്കിൽ എന്താണ് ഇൻഡോജീനിയസ്ലി ആയിട്ട് മെറ്റബോളിക് പ്രോസസ്സിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും യൂസ് ചെയ്യുക. സോ next thing is temperature at which growth occurs best is known as optimum temperature. The optimum temperature ranges varies with different bacterial species. Most of the pathogenic bacteria grows optimally at 35 degrees Celsius, that is our body temperature. On basis of optimum temperature ranges for growth, bacteria are grouped as follows: mesophiles, psychrophiles and thermophilus. So they ranges between 25 degrees Celsius to 40 degrees Celsius, whom the mesophiles. And example is majority of the pathogenic bacteria is mesophiles, and psychrophytes are they grow below 20 degrees Celsius. Example, soil and water saprophytes. Thermophilus between around or 66 degrees Celsius to 80 degrees Celsius. They all are thermophilus. Okay. Osmotic effect. Bacteria are able to withstand a wide range of external osmotic variation because of mechanical strength of cell wall. So cell wall ഒരു മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓസ്മോട്ടിക് എഫക്റ്റ് താങ്ങാനുള്ള ശേഷി അവർക്കുണ്ട്. സഡൻ എക്സ്പോഷർ ഓഫ് ബാക്ടീരിയ ടു ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻസ് മേ കോസ് plasmolysis, osmosis, withdrawal of water leading to shrinkage of the protoplasm. This occurs more readily in gram negative than gram positive. So ഒരു ഹൈപ്പർട്ടോണിക് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ നമ്മൾ ബാക്ടീരിയ ഇട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ചുരുങ്ങി പോകും. വൈ? ഇറ്റ് ഇസ് ഡ്യൂ ടു ദി പ്ലാസ്മോലിസിസ്. സോ വാട്ടർ പ്രോട്ടോപ്ലാസത്തിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് പോരും, എന്നിട്ട് സെല്ല് ചുരുങ്ങിപ്പോകും. ഇത് നടക്കുന്നത് ഗ്രാം നെഗറ്റീവിലാണ് കൂടുതൽ നടക്കുക, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്കാട്ടിലും. വൈ? because of the thick peptidoglycan layer in the positive gram positive bacteria that hinders plasmolysis. Sudden transfer of bacteria from concentrated solution to distilled water may cause plasmatoxos excesses, osmosis, imbibition of water leading to swelling and rupture of cell. നമ്മൾ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് ഇടുകയാണെങ്കിൽ what will happen? It will cause swelling up and rupture of the cell. pH. Most of the medically important bacteria can grow at the pH of 7.2 to 7.6. However, some bacteria such as lactobacilli and cholera vibrio grow at acidic and alkaline pH respectively. Strong solution of acid or alkali. Example is 5% hydrochloric acid or sodium hydroxide kills most of the bacteria, but Mycobacterium are resistant to these agents. Another factor is light. Bacteria except phototrophic species grow well in darkness. They are sensitive to ultraviolet rays and other radiations. Photochromogenic Mycobacteria produces pigment only on exposure to light. So bacteria mainly prefer darkness, but
on UV rays and other radiations കൂടുതൽ സെൻസിറ്റീവാണ് ബാക്ടീരിയാസ്. ബട്ട് ഫോട്ടോക്രോമിക് ആയിട്ടുള്ള മൈക്കോബാക്ടീരിയം പിഗ്മെൻറ്റ്സ് ഓൺലി എക്സ്പോഷർ ഓഫ് ലൈറ്റിൽ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സോ ഓക്കെ. Another factor is mechanical and sonic stresses. Though bacteria have tough cell walls, they may rupture and disintegrate by vigorous shaking with glass beads and by exposure to ultrasonic vibration. So ഭയങ്കര ടഫാണ് ബാക്ടീരിയൽ സെൽ വാൾ എന്നെങ്കിൽ കൂടിലും അതിൻ്റെ സെൽ വാൾ റപ്ചർ ചെയ്യാനും ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാനും ഒരു വിഗറസ് ഷേക്കിംഗ് മതിയാവും. ഗ്ലാസ് ബീഡ്സ് ഇട്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ അൾട്രാസോണിക് ആയിട്ടുള്ള വൈബ്രേഷൻസ് എക്സ്പോസ് ചെയ്യുകയാണെങ്കിലും എന്ത് സംഭവിക്കും? It will cause the rupture and disintegration of the cell wall. Okay guys, thanks for watching. Please subscribe and comment.